Hello, Assalamu alaikum. ഇന്ന് ഞാൻ കാണിക്കുന്ന നല്ലൊരു അടിപൊളി ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ മുന്നേ കുറേ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ബട്ടർ ചിക്കൻ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ അടുത്ത് മറന്നു പോയതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ആ ഒരു റെസിപ്പി തന്നെ ഇന്ന് കാണിക്കാമെന്നുള്ളത്. എൻ്റെ ഒരു സ്പെഷ്യൽ ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണിത്. ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുകയാണെങ്കിൽ അവർ ഈ മറ്റേ ക്രീമിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ കൂട്ടി കലർത്തി കുറച്ച് കൂടുതൽ ക്രീം ലാഭിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് മധുരം കൂടെ ചേർത്തിട്ടാണ് തരിക. അപ്പം ഈ ഒരു ബട്ടർ ചിക്കൻ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന സമയത്ത് കൂടുതൽ മധുരമുള്ളതായിട്ടും ഒരു മടുപ്പുള്ളതായിട്ടും തോന്നും ഈ ഒരു കറി. പക്ഷേ ശരിക്കുള്ള ബട്ടർ ചിക്കന് നല്ല ക്രീമൊക്കെ വെച്ചിട്ടുള്ള കറിയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മടുപ്പ് വരില്ല. തിന്നാൽ നമുക്ക് അത്രയും പൂതിയിടാത്ത കറിയാണ് ഈ ഒരു ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത്. എന്തിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഈ ഒരു ബട്ടർ ചിക്കൻ. ഫ്രൈഡ് റൈസിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും പൊറോട്ടക്കാണെങ്കിലും റൊട്ടിക്കാണെങ്കിലും എല്ലാത്തിൻ്റെ കൂടി അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ബട്ടർ ചിക്കൻ കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഞാൻ ഫ്രഷ് മലായി ചേർത്തിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും ഒന്ന് ഞെക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3/4 കിലോ ചിക്കൻ്റെ അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. 3/4 കിലോ ചിക്കനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു മസാല തേക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല കളറുള്ള കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കളർ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ കറിക്ക് കളർ ചേർക്കേണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കളറുള്ളത് എടുക്കാൻ പറഞ്ഞത്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു നുള്ള് മതിയെ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ നമ്മളെ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത്രയും സാധനങ്ങൾ തേച്ചിട്ട് ഇതിന് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ എൻ്റെ കൈക്ക് ചെറിയൊരു എരിച്ചിലുള്ളതുകൊണ്ട് ഞാനൊന്ന് ഗ്ലൗസ് ഇട്ടതാണ്. അപ്പോൾ ഇത് ഇനി വെള്ളമൊന്നും ചേർക്കാണ്ട് ഇതിൻ്റെ മേലെ നന്നായിട്ട് കോട്ട് ചെയ്യുന്ന രീതിയിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഇതിൻ്റെ മേലെ നന്നായിട്ട് പിടിപ്പിക്കുന്നുണ്ട്. ഇത് പിടിപ്പിച്ചിട്ട് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വെക്കുക. ആ 10 മിനിറ്റ് നേരം കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിനായിട്ട് ടൈം പോക്കണ്ട, ഇതവിടെ മാറ്റി വെച്ചാൽ മതി. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ ഗ്രേവിയും റെഡിയാവും. അപ്പോൾ അതവിടെ മാറ്റട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെമ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്കാണ് നല്ലത്, അതാകുമ്പോൾ ഒട്ടി പിടിക്കില്ല. അതാണ് ഉണ്ടാക്കാൻ എളുപ്പം കേട്ടോ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെമ്പൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ആദ്യം ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മതി. അതിലേക്ക് ഒരു 3 മീഡിയം സൈസുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഒരു മീഡിയം സൈസുള്ള 3 ഉള്ളി ഇട്ട് അത് നീളത്തിലരിഞ്ഞതാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ശരിക്കും ബട്ടർ ചിക്കൻ ഇങ്ങനെ ഉള്ളിയൊന്ന് വാട്ടാണ്ട് ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ പച്ചക്കന്നെ അരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും. പക്ഷേ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒരിക്കലെന്നെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ. അപ്പോൾ അതാ ഇതിലേക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി കരിഞ്ഞു പോവാണ്ട് കളർ മാറാണ്ട് നല്ല വെന്ത് കുഴയണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പാകം കാണിച്ചു തരാം. കളർ മാറണ്ട, പക്ഷേ വെന്ത് കുഴയണം. ഇപ്പോൾ ദാ ഈ ഒരു പാകത്തിൽ നമ്മൾ ഇട്ട ഉള്ളി കണ്ടില്ല, പകുതിയിലും കുറഞ്ഞ് ഒന്ന് ചുരുങ്ങി ഈ ഒരു ഇതിലായി കണ്ടോ. കരിഞ്ഞു പോകാനും പാടില്ല, കളറും പോകാൻ പാടില്ല. ഈ ഒരു രീതിയിൽ കുഴഞ്ഞ് വന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 വലിയ തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചതാണ്. തക്കാളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ 3 വലിയ തക്കാളി അരിഞ്ഞും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 20 അണ്ടിപ്പരിപ്പാണിത്. അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ അണ്ടിപ്പരിപ്പും ഈ ഒരു തക്കാളിയും കൂടെ കൂടിയിട്ട് ഈ തക്കാളി ഇനി ഒന്ന് കുഴയണ രൂപത്തിലാകണ വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ തക്കാളി ഇങ്ങനെ വെന്ത് ഉടയണം, അതാണ് പാകം എന്ന് പറയുന്നത് കേട്ടോ. നല്ല ജ്യൂസ് പോലെ ആക്കിയെടുക്കണം. ഈ സമയത്ത് ഒന്ന് കുഴയാൻ തുടങ്ങിയാൽ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 അരയാണ് ചേർത്തത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. തീ ചെറുതാക്കി വെക്കണേ, കൂട്ടി വെക്കണ്ട. കൂട്ടി വെച്ചാൽ ഉള്ളിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതാ ഇതൊന്ന് കുഴയുന്ന ഒരു ജ്യൂസ് പോലെ പാകത്തിലായി വരും. ഇതാ കണ്ടോ, ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ ഇത് റെഡിയായി എന്നാണ് അർത്ഥം. ഇനി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി പൊടികൾ ഇടുമ്പം തീ വേണ്ട, നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ 1/2 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്, 1/4 മതി. പിന്നെ ഗരം മസാലപ്പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂൺ വേണം കേട്ടോ. അങ്ങനത്തെ 2 എണ്ണം 1/2 ടീസ്പൂൺ. പിന്നെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി വേറെ പൊടികളൊന്നുമില്ല. ഉപ്പ് പിന്നെ നമ്മൾ ആദ്യം ഉള്ളി വാട്ടുന്ന സമയത്ത് കുറച്ച് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഈ ചൂട് തന്നെ അതിൻ്റെ പച്ചച്ചൊക്കെ മാറിക്കോളും. ഇനിയിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കസൂരിമെത്തിയാണ് ഇടുന്നത്. എൻ്റെ അടുത്ത് ഇവിടെ വലിയ ടൈപ്പുള്ള കസൂരിമെത്തിയാണുള്ളത്. അപ്പോൾ ഞാനൊന്ന് പൊടിക്കാൻ നോക്കിയതേ, നോക്കുമ്പോൾ എൻ്റെ മിക്സിൻ്റെ തയ്യാറുകൊണ്ട് അത് പൊടിയുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നിച്ച് അരക്കുന്ന സമയത്ത് അങ്ങ് അരഞ്ഞോളും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കസൂരിമെത്തി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതിന് തണുക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളത് മിക്സിയിലേക്ക് മാറ്റുക. മിക്സിയിലേക്ക് മാറ്റിയതിന് ശേഷം അത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. വെള്ളം ചേർക്കാണ്ട് അരക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ അരക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക.
അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ച് നല്ല കുഴമ്പ് പോലെ നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഭാഗത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അരിക്കേണ്ടിയൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ആ സെയിം പാൻ തന്നെയാണ് ഞാൻ വെച്ചത്. ഇപ്പോൾ ആ സെയിം പാൻ തന്നെ വെച്ചെടുത്തിട്ട് 2-3 ടേബിൾ സ്പൂൺ കൂടെ ഓയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതിന് ഓരോന്നോരോന്നായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. പൊരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ മീഡിയം തീയിലേ ആക്കാൻ പാടുള്ളൂ, തീ കൂട്ടാൻ പാടില്ല. തീ ചെറിയ തീയിലാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഒരു പകുതി വെന്താൽ മതി കേട്ടോ. പകുതി വേവേണ്ടിയുള്ളൂ, ഫുള്ളായിട്ട് വേവിക്കരുത്. 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് പകുതി വേവാകണ വരെ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 ഭാഗവും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടല്ലോ, 2 ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമ്മളിത് എടുക്കേണ്ടത്. എന്നാൽ ഉള്ളൊന്നും ശരിക്കും വെന്തിട്ടും ഉണ്ടാവില്ല, ആ ഒരു പകുതി അത് വെന്തിട്ടുള്ളൂ. ഈ സമയത്ത് അത് കോരി മാറ്റാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഇതേപോലെ തന്നെ പകുതിയായിട്ട് വേവിച്ചെടുക്കുക. ഫുള്ളായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്രേവിയിൽ ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് വരില്ല. അതുകൊണ്ടാണ് പകുതി വേവിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും ഞാൻ ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ ശബ്ദം ചെറിയ മാറിയേ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ആ സെയിം പാൻ തന്നെ ഞാനൊന്ന് ടിഷ്യൂ വെച്ച് തുടച്ചതിന് ശേഷം ആ പാൻ തന്നെയാണ് ഞാൻ വെക്കുന്നത്. കാരണം പൊരിച്ചതായതുകൊണ്ട് വൃത്തികേടായി പോകും, അതുകൊണ്ടാണ് ഞാനത് തുടച്ച് വെച്ചത്. ഇനി ആ പാനിലേക്ക് തന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച്. ഇനിയിപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണിത്. 50 ഗ്രാം എന്ന് പറഞ്ഞാൽ 5 വലിയ ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. കണക്ക് പറയുകയാണെങ്കിൽ ആ ബട്ടറും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തീ കത്തിച്ചിട്ട് ആ ബട്ടർ ഒന്ന് മെൽറ്റാകണ വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ തീ ഭയങ്കരമായിട്ട് ചൂടാക്കുന്നില്ല, കാരണം ഇത് തിളയ്ക്കാൻ തുടങ്ങിയാൽ മൊത്തത്തിൽ അടുപ്പിലേക്കൊക്കെ ഇത് തെറിച്ച് വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മൂടി വെച്ചിട്ടേ പിന്നെ തിളപ്പിക്കുന്നുള്ളൂ കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് മെൽറ്റായാൽ ഞാൻ തീ ഓഫ് ചെയ്യും. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മെൽറ്റാകണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഇനിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇടണം. അതിൻ്റെ മുന്നേ നമുക്ക് ഇനി എത്രയാണോ ഗ്രേവി വേണ്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ആ മിക്സിയിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചതാണ് കുറച്ച്. അപ്പോൾ ഇത് ഇളക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വേണം എന്നുള്ളത്. പക്ഷേ ശരിക്കും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവണമെങ്കിൽ ചിക്കനും കൂടി ചേർത്താലാണ് തിരിയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പും അതേപോലെ തന്നെ കസൂരിമെത്തിൻ്റെ ഫ്ലേവർ ഒക്കെ ഉണ്ടോ എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ നിറങ്ങിയ വെള്ളം ഉണ്ടാവും, ഒരു സ്റ്റോക്ക് ഉണ്ടാവും. ആ സ്റ്റോക്കോട് കൂടി ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ. ഇനി ഇതിൻ്റെ ബാക്കി വേവ് എന്ന് പറയുന്നത് ഈ ചിക്കന് ഈ ഒരു ഗ്രേവി കിടന്നിട്ടാണ് ബാക്കി വേവേണ്ടി കേട്ടോ. എന്നാലാണ് ഗ്രേവിക്കും നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം പോരാ, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 1.5 കപ്പും കൂടെ വെള്ളം ഞാൻ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് അതും കൂടെ ഒഴിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഇളക്കി നോക്കിയത് കേട്ടോ. ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുക്കുക. ഇനിയും കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ്, അറിയാലോ, 1/4 കപ്പ് ഫ്രഷ് ക്രീം അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഞാനവിടെ മാറ്റിയിട്ടുണ്ട്, ലാസ്റ്റ് ഒന്ന് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീമും നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുള്ള ഈ ഒരു ഗ്രേവിയിലൊക്കെ കിടന്നിട്ട് ഇതിലേക്ക് ഇതിൻ്റെ ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ ഇതിന് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ 10 മിനിറ്റ് നേരം ഈ ഒരു ചിക്കന് നമ്മൾ ഈ ഒരു ഗ്രേവി കിടന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ കത്തിച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഇതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തിളയ്ക്കാൻ തുടങ്ങിയാൽ മൊത്തത്തിൽ വൃത്തികേടാവും. അപ്പോൾ മൂടി വെച്ചിട്ട് 10 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മളെ അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം പാകത്തിന് വെന്ത് കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ കണ്ടില്ല, നമ്മൾ ആ ചിക്കനിലുള്ള ആ ഒരു കളറൊക്കെ ഇതിലേക്ക് ഇറങ്ങിക്കോളും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്തെങ്കിലും പരിപാടിക്കൊക്കെയാണ് നിങ്ങളിത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കളറൊന്നും ആഡ് ചെയ്യണില്ല, ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ബട്ടർ ചിക്കനിൽ സ്ഥിരമായിട്ട് കളർ ആഡ് ചെയ്യും, ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ, ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ ആഡ് ചെയ്യും. അപ്പോൾ അതാ നല്ല അടിപൊളി നമ്മളെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ അച്ചമ്പോട് കൂടി തന്നെ കാണിച്ചു തരാണ്. കണ്ടല്ലോ, നല്ല അടിപൊളി. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഈ കാണുന്ന പോലെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു എന്താ പറയുക, റിച്ച് ആൻഡ് ക്രീമി ടേസ്റ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ ഞാനിപ്പോൾ ഒരു നീലച്ചമ്പിലല്ല ഉണ്ടാക്കിയത്, ഫുള്ളായിട്ടൊരു നീലമയം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നീല പാത്രത്തിൽ തന്നെ ഞാനിതൊന്ന് വിളമ്പിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ നമ്മളെ റൊട്ടീൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇന്നിവിടെ പൊറോട്ട ആണ് ഉണ്ടാക്കിയത്. പിന്നെ പൊറോട്ടൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്താണ്ടിരുന്നത് ഓൾറെഡി 2 വീഡിയോ ഞാൻ പൊറോട്ട ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇഷ്ടമാണെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുകൊണ്ട. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് മാറ്റി വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ നമ്മളെ ക്രീം ഉണ്ടല്ലോ,
അതും കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മളെ ബട്ടർ ചിക്കനോടെ കംപ്ലീറ്റ് ആയിട്ട് റെഡിയായി. അപ്പോൾ ബട്ടർ ചിക്കന് സാധാരണയായിട്ട് വേറെ എക്സ്ട്രാ ഗാർണിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഒരു ഗാർണിഷിംഗ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ക്രീം തന്നെയാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു പുതിനൻ്റെ ഇലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ അടിപൊളി ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.